അയാൾ അങ്ങനെ ശ്യാമയുടെ അമൃതേടത്തിയുടെ അടുത്തേക്ക് ആ ഗുണ്ട അങ്ങ് വന്നിട്ട് ഇതുവരെ നിങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അമൃതേടത്തി എടുത്തിട്ട് ഒരു വടി എടുത്തിട്ട് അയാളുടെ തലക്ക് അങ്ങ് അടിച്ച് അവരെ അങ്ങ് അവിടെ താഴെ വീഴ്ത്തുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും ആ കിട്ടിയ അവസരത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് അങ്ങ് ഓടുകയാണ്. അപ്പോൾ അതൊരു വളരെ ഒരു വലിയൊരു ബിൽഡിംഗ് ആയിരിക്കും. അപ്പോൾ ഇവർ അതിൻ്റെ അടിയിലേക്ക് അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അങ്ങനെ ഓടുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശ്യാം അങ്ങനെ പെട്ടെന്ന് ധൃതി കാണിക്കുന്നത് കണ്ടിട്ട് അമൃതേടത്തി പറയുന്നുണ്ട്, ശ്യാമേ നീ ഇങ്ങനെ ധൃതി കാണിക്കല്ലേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങനെ ഇതിൻ്റെ പുറത്ത് കിടന്നാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും, ഇത് നമുക്കൊരു കിട്ടിയ അവസരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും അങ്ങനെ വേഗം ഓടി ഓടി അങ്ങ് പുറത്തിറങ്ങണം. പുറത്തിറങ്ങുന്ന സമയത്തുണ്ടാവും ബെഞ്ചമിനും കുറച്ച് ഗുണ്ടകളും കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരെ അവരുടെ അടുത്തേക്ക് അങ്ങ് ചാടുകയാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടിട്ട് വേറൊരു സൈഡിൽ ഒരു കാട്ടിലൂടെ അങ്ങ് ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒളിച്ച് നിൽക്കുന്ന ആ സമയത്ത് ഇവരിവിടെ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കി കാണാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്തും അവൻ്റെ കൂടെയുള്ള ഗുണ്ടകളൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ആ തലക്കടിച്ച് വീണിരിക്കുന്ന ആ ഗുണ്ടനെ കൊണ്ട് ഇവരങ്ങ് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ ബെഞ്ചമിൻ്റെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് ബെഞ്ചമിനോട് പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഇവളുടെ തലക്കടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ബെഞ്ചമിൻ ചോദിക്കുന്നുണ്ട് എത്ര സമയമായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവൻ പറയുന്നത് 2 മിനിറ്റ് ആയിട്ടുള്ളൂ എന്നാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തന്നെ ബെഞ്ചമിൻ പറയുന്നുണ്ട് 2 മിനിറ്റ് മാത്രം ആയിട്ടുണ്ടെങ്കിൽ അവർ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും, അവരിവിടെ നിന്ന് പുറത്ത് വിട്ടു പോകാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് എല്ലാവരോടും അങ്ങ് സെർച്ച് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ആ കാടിനുള്ളിലൂടെയൊക്കെ ടോർച്ച് എടുത്തൊക്കെ അടിച്ചങ്ങ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരിതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആ കാടിൻ്റെ അകത്തേക്ക് അങ്ങ് കയറിയിട്ട് അങ്ങനെ ഒളിച്ച് അങ്ങനെ ആരും കാണാതെ അങ്ങ് രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങ് ഓടിപ്പോകാൻ നിൽക്കുന്ന നേരെ മുന്നിൽ ചാടുന്നത് തന്നെ ബെഞ്ചമിൻ്റെ മുന്നിലേക്ക് അങ്ങ് ചാടുകയാണ്. അപ്പം തന്നെ ഇവർ ഇതുവരെ എടുത്ത എഫോർട്ട് മൊത്തം അങ്ങ് വെള്ളത്തിലായിരിക്കുകയാണ്. അപ്പോൾ ഈ ബെഞ്ചമിന് ഇവർ രണ്ടുപേരെയും പിടിച്ചിട്ട് വീണ്ടും ആ റൂമിലേക്ക് അങ്ങ് ഇടുകയാണ്. എന്നിട്ട് ബെഞ്ചമിൻ അവരെ നന്നായിട്ട് തല്ലുന്നുണ്ട്. ശ്യാമക്ക് ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്. വീണ്ടും അങ്ങനെ തല്ലാൻ അങ്ങ് നിൽക്കുന്ന സമയത്ത് ഈ ബെഞ്ചമിൻ്റെ കൂടെയുള്ള ഗുണ്ട അങ്ങ് തടയാണ്. വേണ്ട, ഇനി തല്ലണ്ട സർ, അവർ ചത്തുപോകും എന്നൊക്കെ പറയുന്നത്. ആ ബെഞ്ചമിൻ പറയുന്നുണ്ട് മേലിൽ നിന്നൊരു ഓർഡർ ഉണ്ട്, ഈ ശ്യാമനെ ജീവനോടെ തന്നെ വേണമെന്ന്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊല്ലാത്തത്, അല്ലെങ്കിൽ നിന്നെയൊക്കെ ഇങ്ങനെ ചെയ്തതിന് ഞാൻ കൊന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇനി അഥവാ എങ്ങനെ ഞാൻ കൊന്നു എന്ന് വിചാരിച്ചത് മേലുള്ളവരൊക്കെ അങ്ങ് അംഗീകരിക്കും ഞാൻ കൊന്നതാണ് എന്നൊക്കെ വിചാരിച്ച്, അതുകൊണ്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവന് പിന്നെ ബാക്കിയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് തല്ലാൻ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും തല്ലുന്ന സമയത്ത് ഈ അമൃതേടത്തി പെട്ടെന്ന് തന്നെ ഈ ബെഞ്ചമിൻ്റെ മുന്നിലേക്ക് അങ്ങ് വന്ന് നിൽക്കണം, ഇനി എൻ്റെ ശ്യാമനെ തല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരിങ്ങനെ അങ്ങ് പ്രതികരിക്കുന്ന സമയത്ത് ഈ ബെഞ്ചമിനെ ഈ അമൃതേടത്തിനെ എടുത്തിട്ട് ദൂരേക്ക് അങ്ങ് തള്ളി അങ്ങ് മാറ്റാണ്. അപ്പോൾ അവരങ്ങ് താഴേക്ക് അങ്ങ് വീണ് പോകുന്നൊക്കെ ഉണ്ട്. അവരങ്ങനെ വീണ്ടും ശ്യാമനെ അങ്ങ് ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് ഈ ശ്യാമനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇനി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവൻ പോലും ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു ചുമരിലേക്ക് അങ്ങ് തള്ളി അങ്ങ് മാറ്റണം. അപ്പോൾ ഇവൾ നേരെ അങ്ങ് വീഴുന്നത് അവളുടെ നെറ്റി അങ്ങ് ഇടിച്ചങ്ങ് വീഴാണ് ശ്യാമ. അപ്പോൾ അവളുടെ നെറ്റി അങ്ങ് പൊട്ടി ചോരയൊക്കെ വരുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ ബെഞ്ചമിനും ആ ഗുണ്ടയും അവരിൽ നിന്ന് ഒരുപാട് വിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയത്ത് ശ്യാമനെ അങ്ങ് തള്ളിയിട്ട് അവളുടെ നെറ്റി അങ്ങ് പൊട്ടി ചോര വരുന്ന അതേ സമയത്ത് തന്നെ ആറ്റുവാശൈലിയിൽ രാധിക അങ്ങ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് അങ്ങ് എന്തൊക്കെ സ്വപ്നം കണ്ട് അങ്ങ് എണീറ്റ് അമ്മയെ എന്നൊക്കെ വിളിച്ചങ്ങ് എണീറ്റ് അങ്ങ് നിൽക്കണേ. അപ്പോൾ തന്നെ ഈ വരുണും കൂടെ അങ്ങ് എണീക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, എന്തിനാ അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഉറക്കത്തിൽ നിന്ന് അങ്ങ് എണീറ്റത് എന്നൊക്കെ ഇങ്ങനെ അവളോട് ചോദിക്കണേ. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് ഞാൻ അമ്മനെ സ്വപ്നം കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ തന്നെ വരുണ് പറയുന്നുണ്ട് എടി നീ നമ്മൾ ഇന്നലെ രാത്രി മുഴുവൻ അമ്മനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടായിരിക്കും നീ ഇപ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ടത്, അതൊക്കെ മാറ്റി നീ വേഗം ഒന്ന് വന്ന് കിടക്ക് എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ ഈ രാധികക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ രാധിക പറയുന്നുണ്ട് അതൊന്നുമല്ല, ഞാൻ അമ്മക്ക് എന്തോ ഒരു ആപത്ത് വന്ന പോലെ അമ്മ വേദനിക്കുന്ന പോലെയാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട് അതൊക്കെ സ്വപ്നമല്ലേ, നമ്മളുടെ അമ്മേനെ കുറിച്ച് മാത്രം നീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടായിരിക്കും നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, നീ എന്തായാലും കിടക്കുക എന്നൊക്കെ പറയണേ. അപ്പോൾ അവൾ പെട്ടെന്ന് അങ്ങ് കട്ടിലിൽ നിന്ന് അങ്ങ് എണീറ്റതിൻ്റെ ആ ഒരു ആഘാതത്തിൽ അവളുടെ നെറ്റിക്കും ആ ഒരു ഭാഗത്ത് തന്നെ അങ്ങ് ഒരു വേദനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവൾ പെട്ടെന്ന് തന്നെ ഇവളുടെ നെറ്റി അങ്ങ് പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ അറിയില്ല, പെട്ടെന്ന് എണീറ്റപ്പോൾ എവിടെ തട്ടിയതാണെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ നെറ്റി ഭയങ്കര വേദനിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. ആ വരണ എവിടെ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾക്ക് നെറ്റി എന്താ സംഭവിച്ചതെന്നൊക്കെ ഇവനിങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇവൻ പറയുന്നുണ്ട് സാറില്ല നീ കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളവിടെ അങ്ങ് കിടക്കാനൊക്കെ പറയണേ. പക്ഷേ ഇതേ സമയത്താണെങ്കിൽ രാധികയൊക്കെ ഒട്ടും ഉറക്കമൊന്നും വരുന്നില്ല, എന്തോ ഒരു പ്രശ്നം ഈ ശ്യാമക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവളുടെ ഒരു മനസ്സിൻ്റെ ഉൾവിളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ പെട്ടെന്ന് തന്നെ പുറത്ത് പോയിട്ട് ഈ ആരതിക്ക് അങ്ങ് കോൾ ചെയ്യാണ്. അപ്പോൾ ആരതിയാണെങ്കിൽ ആ
നട്ടപ്പാതിരക്ക് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ട് ഒരു ഫോൺ അങ്ങനെ റിങ് ചെയ്യണം. അപ്പോൾ ഇവള് വേഗം ആ ഉറക്കപ്പിച്ചിൽ അങ്ങ് എണീറ്റിട്ട് ഈ ഫോൺ അങ്ങ് എടുക്കുന്നുണ്ട്. അപ്പോൾ രാധികയുടെ ഫോണാണ്. അപ്പോൾ ഇവള് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് രാധിക എന്താ നീ ഈ സമയത്ത് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഈ രാധിക ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, അത് പിന്നെ അമ്മനെ കുറിച്ചുള്ള കേസ് അന്വേഷണമൊക്കെ എന്തായി, അമ്മനെക്കുറിച്ച് വല്ല തുമ്പും കിട്ടിയോ എന്നൊക്കെ അവളോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അത് എന്തായാലും ചെറിയമ്മനെ കുറിച്ചുള്ള അന്വേഷണം നല്ല ഊർജിതമായിട്ട് കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ചെറിയമ്മനെ കണ്ടെത്താനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിനെ നന്നായിട്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ചെറിയമ്മനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമാണ് എന്നൊക്കെ ഇവളോട് പറയാണ്. പിന്നെ നിനക്കെന്ന് പറഞ്ഞത് നിനക്കത് കുറച്ച് കൂടുതലായിരിക്കും ആ ഒരു കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം. കാരണം നിന്നെ സ്വന്തം പ്രസവിച്ച നിൻ്റെ സ്വന്തം അമ്മയല്ലേ, അതുകൊണ്ട് ആ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ എന്തായാലും ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ ഈ ഉറക്കമൊഴിച്ച് ഇങ്ങനെ അമ്മനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ നിൻ്റെ അമ്മനെ കണ്ടെത്തും എന്നുള്ളൊരു ഉറപ്പൊക്കെ ഇങ്ങനെ ഇവൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജാതിക ഇങ്ങനെ അവളോട് പറയുന്നുണ്ട്, അമ്മനെ കാണാനായിട്ട് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതേക്കുറിച്ച് ഇങ്ങനെ പറയാണ്. എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആരതിനോട് പറയുമ്പോൾ ആരതി അവൾക്ക് അങ്ങ് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങനെ ടെൻഷൻ എടുക്കേണ്ട, അമ്മനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. അതേക്കുറിച്ച് നീ ഒരു ടെൻഷനും വേണ്ട, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും അങ്ങ് ശ്രമിക്കുന്നുണ്ട്, അത് കണ്ടെത്തിയിരിക്കും. ഇപ്പം നീ പോയി കിടന്നിറങ്ങ്, സമാധാനത്തോടെ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാൻ പറഞ്ഞ് പോകുന്നൊക്കെ ഉണ്ട്. അതേ സമയത്ത് കണിമംഗലത്താണെങ്കിൽ ഈ കൽപ്പനയുടെ ഉറക്കം അങ്ങ് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവളും ഇങ്ങനെ ഉറക്കമില്ലാതെ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം എന്തൊക്കെ സംഭവിക്കുക, ഈ ഗൗതമിൻ്റെ ഭീഷണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ ഇതുവരെ പോകാത്ത അവളുടെ ആ വീട്ടിലുള്ള ആ പൂജാമുറിക്ക് അങ്ങ് പോവാണ്. എന്നിട്ട് അവൾ പൂജാമുറി കയറിയിട്ട് അങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ മനസ്സാൽ ഞാനിവിടെ ഒന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. എൻ്റെ മനസ്സിലെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ചിന്തിച്ച് കൂട്ടിയിരിക്കുന്നത് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാകും, എൻ്റെ കൂടെ എല്ലാ പ്രശ്നത്തിനും എല്ലാവരും ഉണ്ടാകും, ഞാൻ എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ച് കൂട്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, എൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല, ഞാനിപ്പോൾ ആകെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എന്താ ചിന്തിച്ച് കൂട്ടിയത് അത് മൊത്തം തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. എനിക്ക് എൻ്റെ ചെയ്ത തെറ്റിൻ്റെ പാപം കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ കിട്ടുന്നത്, എനിക്ക് എൻ്റെ തെറ്റിൻ്റെ കർമ്മഫലമായിരിക്കും ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങ് അവിടെ നിന്ന് പൊട്ടി കരഞ്ഞൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ തെറ്റൊക്കെ പശ്ചാത്തപിച്ച് അവൾ ആ ദൈവത്തിൻ്റെ മുന്നിലിരുന്ന് അങ്ങ് ആദ്യമായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരം വെളുത്ത് രാവിലെ തന്നെ ഈ ആറ്റുവാശ്ശേരിയിൽ നല്ല പാചകത്തിൻ്റെ ഒക്കെ പണികളാണ്. അപ്പോൾ അവിടെ മുറ്റത്ത് ഇങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിൽ അങ്ങ് ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. ദേവനും യശോദയും വരുണും രാധികയും എല്ലാവരും ആ പാചകത്തിൻ്റെ ഓരോ പണിയിലങ്ങ് ഉണ്ട്. അവർക്ക് സഹായത്തിനായിട്ട് വേറൊരു സ്ത്രീയും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാചകം ചെയ്യാൻ വേണ്ടി സഹായത്തിന് വന്ന ആ സ്ത്രീ ഇങ്ങനെ പാചകം ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ കറക്റ്റാണ് രാധിക എന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രാധികനെ അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ രാധിക ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിനുള്ള പാചകത്തിലുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് അതൊരു പെർഫെക്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ പറയും, ആ ഇപ്പം റെഡി ആക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, അല്ല ഇവളൊന്ന് കൈവച്ചപ്പോൾ ഇത് നല്ല ടേസ്റ്റ് വന്നല്ലോ, അതെന്താ നമുക്കൊന്നും ഈ ഒരു കഴിവ് ഈ ഒരു കൈപ്പുണ്യം നമുക്കൊന്നും കിട്ടാതിരുന്നത് എന്നൊക്കെ ഈ ചേച്ചി ഇങ്ങനെ പറയാണ്. ആ സമയത്താണ് നമ്മുടെ ജയഭാരതി മുത്തശ്ശൻ കൂടി അങ്ങ് ഇറങ്ങി വരുന്നത്. ഇതിനെ കൈപ്പുണ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല, അത് പ്രത്യേക തരം ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ്, എല്ലാവർക്കും കിട്ടിയാൽ അത് പിന്നെ ഒരു വിലയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി അങ്ങ് പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി എണീറ്റോ, എന്തിനാ ഇത്ര നേരത്തെ എണീറ്റത്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എണീറ്റാൽ പോരായിരുന്നോ എന്നൊക്കെ അങ്ങനെ അവരോട് പറയാണ്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ ഉറക്കമൊന്നുമില്ല, ഞാനിപ്പോൾ അങ്ങനെ പെട്ടെന്ന് നിങ്ങളിവിടെ ജോലി ചെയ്യല്ലേ, അപ്പോൾ ഞാനും കൂടി ഇങ്ങോട്ട് അങ്ങ് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, മകൾ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിനെ എങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞാൽ അത് ഇവളെ പോലെ വളർത്തണം. ഏത് കഷ്ടപ്പാടിലും അങ്ങനെ എഴുന്നേൽക്കാനുള്ളൊരു എബിലിറ്റി എന്തായാലും പെൺകുട്ടികൾക്ക് വേണം. അതെന്തായാലും രാധികൾക്ക് മോൾക്ക് നന്നായിട്ടുണ്ട്, ഇവളുടെ ഈ ഒരു കഴിവിനെ സമ്മതിക്കാതെ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെക്കുറിച്ച് അങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജയഭാരതി മുത്തശ്ശി. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെ മകളെ വളർത്തിയതിനുള്ള ക്രെഡിറ്റ് എന്തായാലും ദേവന് യശോദയ്ക്ക് മാത്രമുള്ളതാണ്, അത് ക്രെഡിറ്റ് നിങ്ങൾ തന്നെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അല്ല എന്നെക്കുറിച്ച് ഇങ്ങനെ പൊക്കിയടിച്ച് അവസാനം ക്രെഡിറ്റ് മൊത്തം അച്ഛനും അമ്മയും കൊണ്ടുപോയോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, അതല്ലാതെ പിന്നെ അവരെല്ലാം നിന്നെ ഇങ്ങനെ വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അവളുടെ പാചകത്തിനെ കുറിച്ചും അവളുടെ ആ ഒരു ധൈര്യത്തിനെ കുറിച്ചും എല്ലാം ഇവരിങ്ങനെ പൊക്കി അടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്,
മോളെ വീടിൻ്റെ മുറ്റത്ത് ഏതൊരു പെൺകുട്ടി നിന്ന് നിൽപ്പുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ദേവൻ പറയുന്നുണ്ട് വാ ഞാൻ പോയി നോക്കാം എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് വേണ്ട അച്ഛാ ഞാൻ എന്നെ പോയി നോക്കാം, അത് വേണമെങ്കിൽ ഏതെങ്കിലും ഭക്ഷണത്തിന് ഓർഡർ എടുക്കാൻ വേണ്ടി വന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങ് കയറി ചെന്ന് നോക്കുകയാണ്. അപ്പോൾ നേരെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഈ വന്നിരിക്കുന്നത് കൽപ്പനയായിരിക്കും. അപ്പോൾ ആരാണ് എന്നൊക്കെ ഇങ്ങനെ പിറകുവശം കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ നേരെ തിരുമ്പോൾ ഇത് കൽപ്പനയാണ്. അപ്പോൾ തന്നെ രാധിക ഇങ്ങനെ ഏടത്തി എന്താ ഇവിടെ എന്ന് ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഏടത്തി പുറത്ത് തന്നെ നിൽക്കുന്നത്, വാ അകത്ത് കയറി വാ എൻ്റെ വീട്ടിലേക്കല്ല വന്നത് എന്നൊക്കെ പറഞ്ഞൊരു ആദിത്യ മര്യാദ അവിടെ അങ്ങ് കാണിക്കുകയാണ് അവൾ. കൽപ്പന അകത്ത് കയറാതെ അവിടെ നിന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവളിങ്ങനെ പെട്ടെന്ന് അങ്ങ് കരയുന്നതൊക്കെ കാണുമ്പോൾ ഈ രാധിക അങ്ങനെ പെട്ടെന്ന് എന്ത് പറ്റി എടുത്തി എന്തിനാ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് ചോദിക്കുകയാണ്. കൽപ്പന അവിടെ മുറ്റത്തിരുന്ന് അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ പെട്ടെന്ന് ഇവളിങ്ങനെ കരയുന്നത് കണ്ടിട്ട് രാധിക ചോദിക്കുന്നുണ്ട് അല്ല എടുത്തി എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട് രാധികയെ ഞാൻ ഇതുവരെ ചതിക്കപ്പെടുമായിരുന്നു രാധിക, ഞാനിതുവരെ എല്ലാ സമയത്തും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരും എന്നെ ചതിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഞാൻ ചെറിയമ്മയുടെ കൂടെ ഒരുപാട് തെറ്റുകൾ നിന്നോട് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യത്തിനും നിന്നോട് ഒരുപാട് ക്രൂരതകൾ എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുകയാണ് രാധിക. ഇപ്പം ഞാനെന്ന് പറയുന്നത് അവിടെ ആകെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അവരെന്നെ ചതിച്ച് അവരെന്നെ കൈയൊഴിഞ്ഞ് അവരെന്നെ ഇപ്പോൾ ഒരു ജോലിക്കാരിയായിട്ട് മാത്രമാണ് കാണുന്നത്. ഞാൻ നിന്നെ അവിടെ ഉള്ള സമയത്തൊക്കെ ഞാൻ കണിമംഗലത്തിൻ്റെ ഈ മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു ചൂലിൻ്റെ വില മാത്രമേ നിനക്കുള്ളൂ എന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞ് പരിഹസിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനാണ് ആ ഒരു അവസ്ഥയിൽ. അവിടെ ഇപ്പോൾ എനിക്കൊരു ചൂലിൻ്റെ വില മാത്രമേ ഉള്ളൂ, അവിടെ ആരും എനിക്കൊരു വാല്യൂ പോലും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അവളുടെ പ്രശ്നങ്ങൾ മൊത്തം ഈ രാധികനോട് അങ്ങ് പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട് ഏടത്തി ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ഒന്നും അല്ല, ഞാൻ നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുക, ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സമാധാനത്തോടെ ജീവിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ യാതൊരു ബന്ധത്തിലും ഇല്ല. പക്ഷേ ഇനി ഈ കരച്ചിലും ഈ പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ചെറിയമ്മയുടെ കൂടെ കൂടിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് വന്നതാണെങ്കിൽ എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്, ഞാൻ ഇതിനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറഞ്ഞതൊന്നും എന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ തന്നെ കൽപ്പന പറയുന്നുണ്ട് നീ ശരിയാണ്, നീ എന്നെ വിശ്വസിച്ചിട്ടില്ല, പക്ഷേ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം നിൻ്റെ അടുത്തുണ്ട്. കാരണം ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ ഇതുവരെ നിന്നോട് കള്ളങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് മാത്രമായിരിക്കും നീ എന്നെ ഇപ്പോൾ വിശ്വസിക്കാത്തത്. പക്ഷേ ഇപ്പം നീ എന്നെ വിശ്വസിക്കണം, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്, ഞാൻ ചെറിയമ്മയുടെ കൂടെ കൂടിയിട്ട് നിന്നെ ചതിക്കാനുള്ള പ്ലാനിങ്ങോ ഒന്നും അല്ല ഇത്. ഞാൻ ഇതുവരെ ഒരു ഭക്ഷണം പോലും ഇതുവരെ ഞാൻ കഴിച്ചിട്ട് പോലും ഇല്ല, ഞാൻ അവിടെ നിന്നൊരു വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഇവളോട് സങ്കടം പറയാണ്. അപ്പോൾ പിന്നെ രാധിക പറയുന്നുണ്ട് എന്തായാലും ഏടത്തി വാ, ഏടത്തി നമുക്ക് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം, ഏടത്തി കയറി വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് അങ്ങ് കയറുകയാണ്. വീടിനകത്ത് കയറിയിട്ട് അവളെ അവിടെ ഇരുത്തിയിട്ട് ഈ രാധിക അങ്ങ് അടുക്കളയിലേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ ഇവളിങ്ങനെ കൽപ്പന അവിടെ ഒറ്റയ്ക്ക് അങ്ങ് ഇരിക്കുന്ന സമയത്തുണ്ടാവും നമ്മുടെ വരുണും മുത്തശ്ശിയും കൂടിയിട്ട് അങ്ങ് കയറി വരികയാണ് വീടിനകത്തേക്ക്. അവൾ കയറി വരുന്ന സമയത്ത് നേരെ കാണുന്നത് തന്നെ ഈ കൽപ്പന അവിടെ അങ്ങ് ഇരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ തന്നെ ഈ വരുണ് ഈ ഏടത്തിനെ അവിടെ കാണുന്നത് കണ്ടിട്ട് നേരെ മുത്തശ്ശിനോട് പറയുന്നുണ്ട് അല്ല മുത്തശ്ശി ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക് ഏടത്തി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് സംസാരിക്കാൻ വരുന്ന സമയത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും കൽപ്പനയ്ക്ക് ഈ വരുണിൻ്റെ കൂടെ മുത്തശ്ശിൻ്റെ വകയും കൂടി രണ്ടാളുടെ വകയും നന്നായിട്ട് കിട്ടാനുള്ള ചാൻസൊക്കെ എന്തായാലും ഉണ്ട്. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഈ കൽപ്പന സൂര്യനോടൊക്കെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് ക്ഷമ പറയുകയാണ്. അവളോട് നന്നായിട്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇനി ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ മുഴുവനും സൂര്യ മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് അങ്ങ് മാപ്പ് അപേക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി സൂര്യ അവൾക്ക് മാപ്പ് കൊടുത്ത് അവളെ അവൻ്റെ കൂടെ നിർത്തോ ഇല്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം. പിന്നെ ബെഞ്ചമിൻ ആണെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്നത് രണ്ടുപേരങ്ങ് കാണുന്നൊക്കെ ഉണ്ട്. ഇനി അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വഴിയായിട്ട് ശ്യാമനെ രക്ഷിക്കാനൊക്കെ കഴിയില്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.